അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് കൺസെപ്റ്റുകളൊക്കെ പഠിച്ചു തരുന്നു. എന്താ വേരിയൻസ് ആൻഡ് സാമ്പിളിൻ്റെ വേരിയൻസ്, പോപ്പുലേഷൻ്റെ വേരിയൻസസ്, ഡീവിയേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിനി ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ശരി. സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ തിയറിയാണ് കേട്ടോ, ജസ്റ്റ് തിയറിയാണ്. അപ്പോൾ എന്താ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എൻ എൻകോഡ് വെൻ ദർ ഇസ് ലാർജ് നമ്പർ ഓഫ് വാല്യൂസ് ഇൻ എ ഡാറ്റ സെറ്റ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡാറ്റ സെറ്റിൽ ഒത്തിരി അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള നമ്പർ ഓഫ് വാല്യൂസ് ആണുള്ളത്. ഓക്കെ, നമ്മുടെ ഡാറ്റ സെറ്റിൽ വലിയ വാല്യൂസ് ആണുള്ളതെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി കർവാണ്, ഒരു കർവാണ്. അതിൻ്റെ ഷേപ്പ് എന്താണ്, ബെൽ ഷേപ്പാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് എ ബെൽ ഷേപ്ഡ് കർവ്. ഇറ്റ് ഈസ് സിമ്മട്രിക്കൽ അബൌട്ട് എ വെർട്ടിക്കൽ ലൈൻ ത്രൂ ഇറ്റ്സ് സെൻറ്റർ. അപ്പോൾ എന്താണ്, ഒരു ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും. ദ ഫിഗർ കണ്ടോ, ഒരു ബെല്ല് പോലെ ഇല്ലേ നമ്മുടെ മണിയില്ലേ, അമ്പലത്തിലും പള്ളിയിലൊക്കെ കിടക്കുന്ന മണി. വരച്ചു വന്നപ്പോൾ അതല്ല. എനിവേ, ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതിനകത്തിട്ട് വരയ്ക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ഐ ട്രൈ. ഓക്കെ, ശരി. ഇതേപോലെ ബെല്ലിൻ്റെ ഷേപ്പിലുള്ള ഒരു കർവാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് സിമ്മട്രിക്കലാണ്. ഒബ്വിയസ്ലി ബെല്ല് സിമ്മട്രിക്കലാണ്. ഓക്കെ, അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ നമുക്ക് ഈ ബെല്ലിനെ അല്ലെങ്കിൽ ഈ കർവിനെ നമുക്ക് സിമ്മട്രിക്കലായിട്ട് രണ്ട് സൈഡിലും സിമ്മട്രിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അത് മാത്രമല്ല, ഇതെങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻഡ് ബൈ ദി മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. തന്നിരിക്കുന്ന ഡേറ്റയുടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കർവ് വരയ്ക്കുന്നത്. അപ്പോൾ അത് ബെൽ ഷേപ്ഡ് കർവാണ്. വെർട്ടിക്കൽ സെൻട്രലുള്ള ഒരു വെർട്ടിക്കൽ ലൈൻ സിമെട്രിക്കലായിരിക്കും. മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നിവ കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. ഓക്കെ, സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്താണെന്ന് വെച്ചാൽ, ഹൊറിസോണ്ടൽ ആക്സിസിൽ, ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് എക്സ് ആക്സിസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഫ്രം ദ മീനിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറയുന്നത്. എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കാൾഡ് ദ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ഇഫ് ദ പോയിന്റ്സ് ഓഫ് ദ ഹൊറിസോണ്ടൽ ആക്സിസ് റെപ്രസെൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ മീൻ. ഇതിലൊന്നുമില്ല, നിങ്ങൾ ആ തിയറി അങ്ങനെ അങ്ങ് വായിച്ച് വെച്ചാൽ മതി. വൺ വേർഡിന് ചോദിക്കുന്നെങ്കിലേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എംപിറിക്കൽ റൂൾ എന്ന് പറയുന്നൊരു സംഭവമാണ്. അതിനകത്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, ഇതിനകത്ത് നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും ടോപ്പിക്കിന് വൺ വേർഡിന് ചോദിക്കുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വെരി ലാർജ് നമ്പറിലാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ വാല്യൂസ് വെരി ലാർജ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. ഓക്കെ, then ഇതെന്താണ്, ബെൽ ഷേപ്ഡ് കർവാണ്. അതിൻ്റെ സെൻറ്ററിലെ പോയിന്റിൽ വെർട്ടിക്കലി സിമെട്രിക്കലാണ്. ദെൻ അത് എങ്ങനെ എന്തുകൊണ്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊണ്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊണ്ടാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കണം, ഹൊറിസോണ്ടൽ ആക്സിസിനകത്ത് മീനിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കണം കാണിക്കുന്നത്. ഓക്കെ, അത്രയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പറയാനുള്ളത്. അടുത്തതാണ് നമ്മുടെ എംപിറിക്കൽ റൂൾ എന്ന് പറയുന്നത്. സിമ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നോർമൽ കർവ് ഉണ്ടല്ലോ, നമ്മുടെ ബെല്ല് ഷേപ്പിലുള്ള കർവിൽ നിന്ന് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് മീനിൽ നിന്ന് രണ്ട് ഡയറക്ഷനിലോട്ടും ഒരു യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്ന ഏരിയയിലാണ് ഇതിൻ്റെ 68% ഡേറ്റയും കാണുക. ഓക്കെ, അതായത് നിങ്ങൾ ഈ കർവ് കണ്ടില്ലേ. ഓക്കെ, ഇത് നോക്കി, ഇതാണ് നമ്മുടെ സീറോയിലാണ് നമ്മുടെ മീൻ വരുന്നത്. ഓക്കെ, മീനിൽ നിന്ന് അതായത് അവിടെയാണ് നമ്മൾ എക്സ് ബാർ എടുക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് ഒരു യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സംഭവിച്ചു. അതായത് ഒരു യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടി. ഓക്കെ, റൈറ്റ് സൈഡിലോട്ട്. നെഗറ്റീവിലോട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു യൂണിറ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ ഇല്ലേ, ഈ നോർമൽ കർവിനകത്ത് വരുന്ന ഇത്രയും പോർഷൻ, സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ വരേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു യൂണിറ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ച ഇത്രയും ഏരിയയിലായിരിക്കും എന്തെന്ന് പറയുന്നത് 68% ഓഫ് ദ ഡേറ്റ.
ഓക്കെ. ഇനി 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സംഭവിച്ചാൽ -2 + 2. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും സിഗ്മ പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞാൽ 2 സിഗ്മ അല്ലെങ്കിൽ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് നമുക്ക് ഇവിടെ -സിഗ്മ -സിഗ്മ -2 സിഗ്മ -2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ. അപ്പോൾ ഇത്രയും ഏരിയയാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഏരിയക്കകത്ത് 95% ഡേറ്റ ഉണ്ടാവും. 95% ഡേറ്റ ഉണ്ടാവും. ദെൻ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരികയാണെങ്കിൽ 97.5% ഡേറ്റ ഉണ്ടാവും. ഇതാണ് എംപിരിക്കൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്താ പറയുന്നത് എംപിരിക്കൽ റൂൾ എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ കർവ് ഉണ്ട്. ആ നോർമൽ കർവിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് സംഭവിക്കുന്നതെങ്കിൽ ബോത്ത് ഡയറക്ഷൻ 2 ഡയറക്ഷനിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കില്ല, നമ്മൾ 0 1 2 3 അങ്ങനെ എഴുതി പോകുമല്ലോ. ലെഫ്റ്റിലോട്ട് -1 -2 -3 അങ്ങനെ എഴുതി പോകുമല്ലോ. ഈ -1നും 1നും ഇടയ്ക്കാണ് ഈ പറയുന്ന ഈ ഗ്രാഫിൻ്റെ 68% ഏരിയ വരുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ 68% എവിടെയായിരിക്കും? 68%ഉം ഈ -1നും 1നും ഇടയ്ക്കായിരിക്കും 68% ഡേറ്റ. ഓക്കെ. ഇനി അടുത്ത് പറയുന്നത് എന്താ? -2നും 2നും ഇടയ്ക്ക് 95% ഓഫ് ഡേറ്റ. -3ക്കും 3ക്കും ഇടയ്ക്ക് 99.7% ഓഫ് ഡേറ്റ. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ. ആൻഡ് ഇത് ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഇങ്ങനെ ചേർന്ന് പോവും, പക്ഷെ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ. എക്സ് ആക്സിസിൽ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ നീണ്ട് പോവുമെങ്കിലും ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ. അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് വെച്ച് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, അസ്യൂം ദാറ്റ് ദ ആവറേജ് ലൈഫ് ടൈം ഓഫ് ലോങ് ലൈഫ് ഇലക്ട്രിക് ബൾബ് ഈസ് 2000 hours. ഓക്കെ. അപ്പോൾ വലിയ ലൈഫുള്ള ഒരു ഇലക്ട്രിക് ബൾബിൻ്റെ കാര്യം പറയാണ്. ആവറേജ് ലൈഫ് അവർ എന്ന് പറഞ്ഞാൽ 2000 ആണ്. ഓക്കെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ സിഗ്മ 150 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു നോർമൽ കർവ് സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ അറിയാം, നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത്, ആവറേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻറ്റർ വരിക. ഓക്കെ. അപ്പോൾ എക്സ് ബാർ നമുക്ക് തന്നിട്ടുണ്ട് 2000 ആണ്. അപ്പോൾ ഈ മീനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഡീവിയേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ സിഗ്മ തന്നിട്ടുണ്ടേ, നമ്മൾ എന്താ സെൻറ്റർ 0 ആയിട്ട് എടുത്താൽ അടുത്ത 1 ആയിരിക്കും, അടുത്ത 2 ആയിരിക്കും, അടുത്ത 3 ആയിരിക്കും. നമ്മളിങ്ങനെയല്ലേ ബേസിക് ആയിട്ട് എടുക്കുക. -1 -2 -3 ഇങ്ങനെയല്ലേ എടുത്ത് പോവുക. ഇവിടെ ഈ 0യ്ക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കണം? മീൻ കൊടുക്കണം. ഓക്കെ. ദെൻ ഈ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? +1 ആണ്. +1 ഇവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുക? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. +1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇവിടെ +2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇവിടെ +3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ -1 സിഗ്മ -2 സിഗ്മ -3 സിഗ്മ. ഈ മൈനസ് ചെയ്യുന്ന എന്തിൽ നിന്നാണ്? നമ്മളിവിടെ 0യിൽ നിന്ന് മൈനസ് ചെയ്തുകൊണ്ടാണ് -1 വന്നത് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്? നമ്മുടെ മീൻ ഏതാണോ അതിൽ നിന്നാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇവിടെ മീൻ എത്രയാണ്? 2000 ആണ്. ഇനി 2000 +1 സിഗ്മ എത്രയാണ്? 150 അല്ലേ. 2000 + 150 ആകുമ്പോൾ എത്ര വരിക? 2150. ഓക്കെ. ദെൻ 2 സിഗ്മ എന്ന് പറയുമ്പോൾ 2 × 150 300 ആണ്. ആൻഡ് 2000 + 300 എത്ര വരിക? 2300. ഓക്കെ. 3 സിഗ്മ എത്രയാണ്? 450 ആണ്. 2000 + 3 സിഗ്മ എന്ന് പറയുമ്പോൾ 2000 + 450 ദാറ്റ് ഈസ് 2450. ഓക്കെ. ഇനി ഇത് എനിക്ക് നെഗറ്റീവ് നോക്കാം. നെഗറ്റീവ് സിഗ്മ എന്ന് പറയുമ്പോൾ -150, 2000 - 150 ആണ്. അപ്പോൾ എത്ര വരിക? 1850 എന്ന് വരും. ദെൻ ഇവിടെ വരുമ്പോൾ 2000 - 300 ദാറ്റ് ഈസ് 1700 എന്ന് വരും. ആൻഡ് ഇവിടെ വരുമ്പോൾ -450 ആണ്. 2000 - 450 ഈസ് ഈക്വൽ ടു 1550 എന്ന് വരും. കണ്ടോ? ഇതാണ് നമ്മുടെ പ്ലോട്ട് ചെയ്യേണ്ട വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എക്സ് ആക്സിസിലെ വാല്യൂസ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ബാക്കി എന്ത് ചെയ്യുക? നമ്മൾ സിമ്പിളായിട്ടൊരു ഒരു കർവ് അങ്ങ് വരച്ച് കൊടുക്കുക. ബെൽ ഷേപ്പായിട്ടുള്ള കർവ് അങ്ങ് വരച്ച് കൊടുക്കുക. എന്ത് ചെയ്യുക? എക്സ് ആക്സിസ് പ്ലോട്ട് ചെയ്യുക. ആൻഡ് അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ എന്താണ്? മീൻ എക്സ് ബാർ. ഓക്കെ. അതെന്താ? 2000 ആണ്. ഓക്കെ. നമ്മുടെ മീൻ എത്രയാണ്? 2000 ആണ്. ശരി. ഇനി അടുത്തത് ഈ ഈക്വൽ യൂണിറ്റ് എടുക്കണേ, ഒരേ ഡിസ്റ്റൻസ് എടുക്കണേ. ഇനി അടുത്തത് എന്താ? നമ്മുടെ എന്തായിരുന്നു? നമ്മുടെ മീൻ പ്ലസ് സിഗ്മ. മീൻ പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ശരി, ഇവിടെ ഞാൻ എക്സ് ബാറിന് വരെ ഇവിടെ മ്യൂ ആണ് എന്തെന്ന് യൂസ് ചെയ്തിരിക്കുന്നത്, മീൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മ്യൂ പ്ലസ് സിഗ്മ, മ്യൂ പ്ലസ് 1 സിഗ്മ, മ്യൂ പ്ലസ് 2 സിഗ്മ എന്നുള്ളത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, ഈ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ എക്സ് ബാർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇതിന് വരെ എന്ത് എഴുതുക, എക്സ് ബാർ പ്ലസ് 1 സിഗ്മ എന്നുള്ളത് എഴുതുക. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും, ഇവിടെ 2150 വരും. ഇനി അടുത്തതിൽ 2300 വരും. ആൻഡ് അടുത്തതിൽ 2450 വരും. ഓക്കെ, സിമിലർലി എത്രയായിരുന്നു, 1850, 1700, 1550. ഓക്കെ, ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എംപിരിക്കൽ റൂള് പറഞ്ഞതനുസരിച്ച് നമ്മുടെ 68% ഓഫ് ഡേറ്റ എവിടെ വരണം, ഈ ആദ്യത്തെ രണ്ട്, അതായത് -1നും +1നും ഇടയ്ക്ക് വരണം. അതായത് ഈ 1850നും 2150നും ഇടയ്ക്ക് വരണം. ആൻഡ് നമുക്ക് നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കണം, സിമെട്രിക്കൽ അറ്റ് ദ വെർട്ടിക്കൽ, അല്ലെങ്കിൽ സെൻട്രലിൽ വരയ്ക്കുന്ന വെർട്ടിക്കലിന് സിമെട്രിക്കൽ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇമാജിനറി ആയിട്ട് എന്ത് വരയ്ക്കുക, ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, ഇതാണ് നമ്മുടെ സെൻറ്റർ. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്ററിന് സിമെട്രി, ഞാൻ വരച്ചാൽ ഇപ്പോൾ സിമെട്രി ആയിട്ട് കിട്ടില്ല. ഓക്കെ, സിമെട്രി ആയിട്ട് വരുന്ന ആൻഡ് അതേപോലെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഈ പറയുന്ന ഗ്രാഫ് ഒന്നും ഒരുവിധം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് വരയ്ക്കുക. ഇതിങ്ങനെ ടച്ച് ചെയ്യരുത് കേട്ടോ. ഇവിടെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് എനിക്ക് പോയിൻ്റർ വെച്ച് വരയ്ക്കുന്നുണ്ടാണ് അങ്ങനെ വരുന്നത്. സോ ദ തിങ് ഈസ്, അതായത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടുന്ന് പിന്നെ ഇതാ നമ്മുടെ -2 + 2, ഇവിടെ -2 + 2 വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ 95% ഈ പറഞ്ഞ ഡേറ്റ കൊള്ളുന്ന രീതിയിൽ, ഗ്രാഫിൻ്റെ ഏരിയ 95% അവിടെ വരുന്ന രീതിയിൽ, ബാക്കിയുള്ളിടത്തോട്ട് തിന്നായിട്ട് പോകുന്ന രീതിയിൽ അങ്ങ് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് എംപിരിക്കൽ റൂളും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവും അത് വെച്ചിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് വരുന്നുണ്ട്. അത് ഗ്രാഫ് വരയ്ക്കുന്ന ഇത്രയേ ഉള്ളൂ. വൈ ആക്സിസ് ഇല്ല. ഞാൻ വൈ ആക്സിസ് ഇമാജിനറി ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി വരച്ചതാണ്. റൂൾ ആലോചിക്കുക. എന്താണ്, 68% ഓഫ് ഡേറ്റ ആദ്യം -1നും +1നും ഇടയ്ക്കായിരിക്കും. 95% ഓഫ് ഡേറ്റ -2നും +2നും ഇടയ്ക്കായിരിക്കും. ആൻഡ് 99.7% ഓഫ് ഡേറ്റ -3നും +3ക്കും ഇടയ്ക്കായിരിക്കും. ഇത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് വരയ്ക്കുക. എന്താണ്, നമ്മുടെ ബെൽ ഷേപ്ഡ് കർവാണ്. എൻ്റെ സെൻറ്ററിൽ ഉള്ള വെർട്ടിക്കലിനത് സിമെട്രിക്കലാണ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിൽ അങ്ങ് വരയ്ക്കുക. ശരി, മൂവിങ് ഓൺ. അതിൻ്റെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതേ എക്സാമ്പിൾ വെച്ചിട്ടാണ് അത് പറയുന്നത്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ലൈറ്റ് ബൾബ്സ് വിൽ ലാസ്റ്റ് ബിറ്റ്വീൻ 1850 hours and 2150 hours? 1850നും 2150നും ഇടയ്ക്ക് എത്ര പെർസെൻറ്റേജ് നിൽക്കുമെന്നാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഞാൻ ഇതിനകത്തുള്ളതൊന്ന് ഇറേസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് 1850ഉം 2150 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ -1നും +1. -1നും +1നും ഇടയ്ക്ക് എത്ര ശതമാനം ഡേറ്റ ഉണ്ടെന്ന് നമുക്കറിയാവുന്നത്, നമുക്കറിയാവുന്ന എത്ര ശതമാനം, 68%. ഓക്കെ, 68%. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ വാട്ട് പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം, 68% എന്ന് പറയാം. എന്നിട്ട് എന്താ, ഈ കണ്ടീഷനൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മ്യൂ അല്ലെങ്കിൽ എക്സ് ബാർ -1 സിഗ്മയും, ഈ 1850 എന്ന് പറഞ്ഞാൽ -1 സിഗ്മയാണ്, മറ്റേത് 1 + 1 സിഗ്മയാണ്. ആൻഡ് അക്കോർഡിംഗ് ടു എംപിരിക്കൽ റൂൾ ഈ രണ്ട് കാറ്റഗറിക്ക് ഇടയിലാണ് നമ്മുടെ 68% ഓഫ് ഡേറ്റ വരുന്നത്. അതുകൊണ്ട് തന്നെ 68% ഓഫ് ദി വാല്യൂസ് ഇതിനകത്താണ് വരുന്നത്. അതുകൊണ്ട് 68% ഓഫ് ദി ബൾബും ഈ പറഞ്ഞ ടൈമിനകത്ത് ലാസ്റ്റ് ചെയ്യും എന്നങ്ങ് പറയണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇച്ചിരുടെ എന്താണ് കേട്ടോ. ഓഫ് ദ ടോട്ടൽ സാമ്പിൾ ഹൗ മെനി ലൈറ്റ് ബൾബ് ഡസ് ദിസ് പെർസെൻറ്റേജ് റെപ്രസെൻറ്റ്? അപ്പോൾ തന്നിരിക്കുന്ന സാമ്പിളിനകത്ത് എത്ര ബൾബിനെയാണ്, എത്ര പെർസെൻറ്റേജ് എന്നല്ല, ഈ പറഞ്ഞ പെർസെൻറ്റേജ് എത്ര ബൾബിനെ കാണിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് സാമ്പിൾ അവർ തന്നിട്ടുണ്ട് 1500 ബൾബ്. സിമ്പിളല്ലേ, 68% എന്ന് പറഞ്ഞു. എത്രേൻ്റെയാണ്, 1500ൻ്റെയാണ്. അവർ സാമ്പിൾ എത്ര എണ്ണം ഒന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 68% ഓഫ് ദി സാമ്പിൾ. അപ്പോൾ എന്താ, 68/100 × 1500. ഇതിൽ 0.0000 വെട്ടിപ്പോവും. ദാറ്റ് ഈസ് 68 × 15 എന്ന് വരും. 680. 680ൻ്റെ പാതി എത്ര, 340. 600, 900, 980, 1020 ബൾബ് എന്ന് വരും. കണ്ടോ, കറക്റ്റാണ്.
സോ ഈ തന്നിരിക്കുന്ന 1500 1020 ബൾബും 1850 തൊട്ട് 2150 അവേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യും. ഇതാണ് കൺസെപ്റ്റ്, സിമ്പിൾ കൺസെപ്റ്റാണ്. എംപിറിക്കൽ റൂള്, അതിൻ്റെ 2 ആപ്ലിക്കേഷൻ. ഒന്ന് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം, അതിൽ നിന്നുള്ള വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഗ്രാഫും വരച്ച് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചേർത്ത് 4 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം, എസ്സേയുടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, മെത്തേഡ്സ് ആണ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. ശരി, ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ, കൺവേർട്ടിംഗ് വാല്യൂസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ്. അപ്പോൾ ഇസഡ് സ്കോർ എന്താണ്? ഇസഡ് സ്കോർ, ദ സി സ്കോർ അല്ലെങ്കിൽ ഇസഡ് സ്കോർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ റിലേറ്റീവ് പൊസിഷൻ. അപ്പോൾ അതെന്താണ്? ഒരു തിയറി അങ്ങ് ആദ്യം പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ല, തിയറി അങ്ങ് വായിച്ചു നോക്കുക, ഇതിനകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇസഡ് സ്കോർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റയുടെ റിലേറ്റീവ് പൊസിഷൻ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇസഡ് സ്കോർ എന്ന് പറയുന്നത്. മീൻ വെച്ചിട്ട്, മീൻ എത്രയാണോ അത് വെച്ചിട്ട് ആ മീനിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ് ഇസഡ് സ്കോർ എന്ന് പറഞ്ഞാൽ. ലാർജ് പോസിറ്റീവ് ഇസഡ് സ്കോർ എന്ന് പറഞ്ഞാൽ ഈ മെഷർമെൻറ്റ് ബാക്കിയുള്ള ഏകദേശം എല്ലാ മെഷർമെൻറ്റിനേക്കാളും വലുതായിരിക്കും. മീനിനേക്കാളും ഒത്തിരി പോസിറ്റീവ്, അതായത് ഒത്തിരി കൂടുതലായതുകൊണ്ടാണ് ലാർജ് പോസിറ്റീവ് വാല്യൂ വന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസഡ് സ്കോർ വലിയ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ മീനിനേക്കാളും ഒത്തിരി വലുതായിരിക്കും. ഓക്കെ, ഒരുപാട് വലുതായിരിക്കും. ദെൻ അതുപോലെ തന്നെ ലാർജ് നെഗറ്റീവ് ഇസഡ് സ്കോർ ആണെങ്കിൽ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനേക്കാളും ഓൾമോസ്റ്റ് എല്ലാത്തിനേക്കാളും വളരെ ചെറുതായിരിക്കും. ഇനി ഈ തന്നിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് മാറ്റുന്നു. ഒന്നും വേണമെന്നില്ല. ഓക്കെ, ആ കൺവേർഷൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ ഇസഡ് സ്കോർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഫ്രീ മെഷറാണ്, അതും കൂടെ ആലോചിച്ചോണം. ദ ഇസഡ് സ്കോർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഇല്ലാത്ത മെഷറാണ്. അപ്പോൾ യൂണിറ്റ് എന്തോ ആയിക്കോട്ടെ, ഇസഡ് സ്കോർ എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂവിൻ്റെ സെയിം ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാലോചിച്ചാൽ മതി. ഇസഡ് സ്കോർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഫ്രീ മെഷറായിരിക്കും. യൂണിറ്റ് ഇസഡ് സ്കോർ വലുതാണെങ്കിൽ, വലിയ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ മീനിൽ നിന്നും ഒത്തിരി വലിയ വാല്യൂ ആയിരിക്കും അത്. വലിയ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ മീനിൽ നിന്നും ഒത്തിരി ചെറിയ നമ്പർ അല്ലെങ്കിൽ വാല്യൂ ആയിരിക്കും അത്. അപ്പോൾ ഇസഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇസഡ് ഈക്വൽ ടു ഗിവൺ വാല്യൂ മൈനസ് മീൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഗിവൺ വാല്യൂ മൈനസ് മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ എന്ത് വെച്ചാൽ ചെയ്യുന്നത്? സിഗ്മ. ഓക്കെ, സിഗ്മ അല്ലെങ്കിൽ എസ്. പോപ്പുലേഷൻ ആണെങ്കിൽ സിഗ്മ, സാമ്പിൾ ആണെങ്കിൽ എസ്. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ നോക്കാം. അസ്യൂം ദാറ്റ് മീൻ ബ്ലഡ് പ്രഷർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 100 ഇൻഡിവിജ്വൽസ് 121. അപ്പോൾ മീൻ ബ്ലഡ് പ്രഷർ എക്സ് ബാർ 121 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 12.5. സിഗ്മ എന്ന് പറഞ്ഞാൽ 12.5 ആണ്. എക്സ്പ്രസ് ദ വാല്യൂസ് ഓഫ് 146ഉം 115നെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ ചെയ്യണം. എന്നിട്ട് അതിനെ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദീസ് വാല്യൂസ് വിത്ത് റെസ്പെക്ട് ടു മീൻ സ്ട്രൈറ്റ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഈ വാല്യൂസിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ആദ്യം x1 എന്ന് പറഞ്ഞാൽ 146 ആണ്. നമ്മൾ എന്താ കണ്ടത്? നമ്മൾ ഇക്വേഷൻ കണ്ടത് എന്താ? ഗീവൺ വാല്യൂ മൈനസ് മീൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഗീവൺ വാല്യൂ 146 ആണ്. അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സിഗ്മയാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ x1 എന്ന് പറഞ്ഞാൽ 146 ആണ്. 146 മൈനസ് 121 ഡിവൈഡ് ബൈ 12.5. ആൻഡ് 146 മൈനസ് 121 എന്ന് പറയുമ്പോഴത്തേക്കും 25 അല്ലേ? 25 ബൈ 12.5 എന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇസഡ് സ്കോർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 ആണ്. ഓക്കെ, അപ്പോൾ Z1 എത്രയാണ്? Z1 ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ നമ്പർ എത്രയാണ്? x2 എന്ന് പറയുന്നത് എത്രയാണ്? x2 ഈക്വൽ ടു 115 ആണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 115 മൈനസ്, ഇതിൽ നിങ്ങൾ തിരിച്ച് ചെയ്യരുത് കേട്ടോ, ഈ രീതിയിൽ തന്നെ ചെയ്യണം. കാരണം നെഗറ്റീവും പോസിറ്റീവും പറയുന്നത് മീനിൻ്റെ ലെഫ്റ്റ് സൈഡിലാണോ മീനിൻ്റെ റൈറ്റ് സൈഡിലാണോ നമ്പർ വരുന്നത് എന്നുള്ളതാണ്. സോ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോയാൽ അത് നിങ്ങൾ മീനിൽ നിന്നാണ് കുറയ്ക്കുന്നതെങ്കിൽ ഇത് നേരെ തിരിഞ്ഞു വരും. അപ്പോൾ ആൻസർ തെറ്റും. അപ്പോൾ ഇതേ കണക്ക് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്ന് വേണം മീൻ കുറയ്ക്കാൻ.
അപ്പോൾ 115 തന്നിരിക്കുന്ന വാല്യൂ. മീൻ എന്ന് പറയുന്നത് 121 ഡിവൈഡഡ് ബൈ 12.5. അപ്പോൾ 115 നിന്ന് 121 കുറച്ചാൽ 5 6 6 ബൈ 12.5 1/2 അടുത്ത് വരും. 1/2 പോയിൻറ്റ് സംതിങ് എന്നുള്ളത് വരും. അപ്പോൾ ആ 0.5 താഴെ ആയിരിക്കും വാല്യൂ വരിക. എത്രയാ? ഓക്കെ, -0.48. ഓക്കെ, ഒരു ടെക്നിക്കൽ ഗ്ലിച്ച്. Just please wait. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താ വരച്ച് എഴുതി വെച്ചിരുന്നൊക്കെ പോയല്ലോ. ശരി, അപ്പോൾ നമ്മുടെ സംഭവം എത്രയായിരുന്നു? 115 നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. 115 - 121 / 12.5. അപ്പോൾ നമുക്ക് കിട്ടിയത് 6 / 12.5 ആൻഡ് -6/12.5 ദാറ്റ് ഈസ് ഈക്വൽ ടു -0.48 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ Z2 എന്ന് പറഞ്ഞാൽ -0.48. അപ്പോൾ എന്താണ് Z വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പഠിച്ചല്ലോ. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഇതിനെ നമ്മുടെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇവരിപ്പം കാണിച്ചേക്കുന്ന അത്ര ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതായത് നമുക്കിപ്പോൾ ആദ്യത്തേന്, അതായത് നമ്മുടെ 146 146 നമുക്ക് കിട്ടിയത് 2 യൂണിറ്റ് ആയിട്ടാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മളൊരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. സെൻട്രലാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരച്ചില്ലേ, അതേപോലെ സെൻട്രലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മീൻ വരുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ നമ്മുടെ 0 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എത്രയാണ്? 2 യൂണിറ്റാണ്. Z വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ 2 സിഗ്മ പറഞ്ഞില്ലേ, അതേ കൺസെപ്റ്റാണ്. 2 യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കാണിക്കുക. അപ്പോൾ ഈ 146 എത്രയായിരിക്കും? ഇത് ഒന്നാമത്തെ യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മളിതിനെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി മറ്റേത് എത്രയാണ് പറയുന്നത്? -0.48. അപ്പോൾ ഇത് ആണ് ഒന്നെങ്കിൽ ഇതിൻ്റെ ഹാഫ് അല്ലേ 0.5, അതിൽ നിന്നും കുറച്ചും കൂടെ മുമ്പിൽ ഒരു വളരെ മൈന്യൂട്ട് ഡിഫറൻസ് 0.5 തന്നെ, ഒരു ഏകദേശം 0.5 തന്നെ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് -0.48 എന്ന് പറയുന്നത്. -0.48 ഇത്രയേ ഉള്ളൂ നമ്പർ ലൈനിൽ വരയ്ക്കാനായിട്ട്. അപ്പോൾ അതിന് ഇവർ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ 121 വരച്ചു, എന്നിട്ട് 146 വരച്ചു, എന്നിട്ട് അതിനെ നേരെ 2 സിഗ്മ എന്ന് മാർക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ 0 1 സിഗ്മ, അങ്ങനെയാണെങ്കിൽ അടുത്ത് 2 സിഗ്മ അല്ലേ. ഈ 2 സിഗ്മ ഇവിടെ വരും. ഇവിടെയാണ് എന്ത് വരിക? നമ്മുടെ 146 വരിക. ആൻഡ് ഇത് 0.048 സിഗ്മ എന്ന് പറഞ്ഞാൽ 115 വന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മോഡൽ പഠിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഇതിൻ്റെ ബാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ലീനിയർ റിഗ്രഷൻ അല്ലെങ്കിൽ ഫിറ്റിംഗ് കർവ്സ് ടു ദ ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. സോ ഇത്രയും നല്ല വൃത്തിക്ക് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.